ഇത് പല അനുഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. എങ്ങനെയാണ് ദൈവത്തിന്റെ പ്രവൃത്തികൾ വചനം വഴി പ്രവൃത്തിയാവുക? അതായത് ഇന്ന് ഈ സഹോദരി ഇവിടെയുണ്ട്, ഒരു അക്രൈസ്തവ സഹോദരിയാണ്, കാർത്യാനി എന്നാണ് പേര്. ആ സഹോദരി ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ഇവിടെ വന്ന് പറയാനുള്ള മടി. ആ സഹോദരി ഒരു ദിവസം എന്ന് പറയത്തില്ലൊരു 3-4 ആഴ്ചകൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു പ്രാർത്ഥനാ സഹായം തന്നിരുന്നു. പ്രാർത്ഥനാ സഹായം ഇതാണ്: ഈ സഹോദരിയുടെ ഭർത്താവ് ഒരു തികഞ്ഞ മദ്യപാനി. ഇവരുടെ മൂത്ത മകൻ അതിനേക്കാൾ വലിയ മദ്യപാനി. അപ്പോൾ ഇവർ രണ്ടുപേരും വീട്ടിൽ കൊണ്ടുവന്ന് കുടിക്കും. മദ്യം കഴിച്ച് അകത്ത് ചെന്നാ പിന്നെ ആ അപ്പനും മകനും തമ്മിലുള്ള ബന്ധം അങ്ങോട്ട് പോകും. പിന്നെ വേറെ ലെവലാവും. എങ്ങനെ ലെവലാവും? ഒരാൾ വാക്കത്തി എടുക്കുമ്പം ഒരാൾ കോടാലി എടുക്കും. ഒരാൾ ഒരു ഗ്ലാസ് പൊട്ടിക്കുമ്പോ വേറൊരാൾ അപ്പുറത്ത് വലിയ അതിനേക്കാൾ വലിയൊരു ഇത് പൊട്ടിക്കും. ഒരാൾ ചെറിയൊരു കാര്യം ചെയ്യുമ്പോൾ മകൻ അതിന്റെ ഡബിൾ സ്ട്രോങ്ങിൽ ഒരെണ്ണം അവിടെ ചെയ്യും. അങ്ങനെ അമ്മച്ചി 3-4 ആഴ്ചകൾക്ക് മുമ്പ് പറഞ്ഞു, എന്റെ വീട്ടിൽ ഒരു മരണമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ വെള്ളം അകത്ത് എന്നാൽ പിന്നെ ലെവലില്ല, എന്തൊക്കെയാ ചെയ്ത് കൂട്ടെന്ന് അറിയത്തില്ല. അപ്പോൾ അച്ഛൻ ഇവിടെ ഞങ്ങൾ വന്നത് ഞങ്ങൾ എങ്ങനെയും രക്ഷിക്കണം. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരുടെ വീട്ടിൽ പോകാൻ പറ്റുന്ന സാഹചര്യമല്ല. അപ്പോൾ എന്റെ മനസ്സിൽ ഒരു ആശയം, ഒരു തോന്നൽ, ഒരു വചനം. ഞാനിരിക്കുന്ന അവിടെ കസേരയുടെ അടുത്ത് ഇങ്ങനെ കുറച്ച് കടലാസുകൾ വെട്ടിവെച്ചിട്ടുണ്ട്. ആ കടലാസിനകത്ത് ഞാൻ ഒരു വചനം എഴുതി കൊടുത്തിട്ട് പറഞ്ഞു, ഈ വചനം ഇപ്പൊ ഇവിടുന്ന് ആർക്കും വന്ന് നിങ്ങളുടെ വീടിനെ ഒരു ഉപദേശിക്കാനോ അല്ലെ ഒന്നും കൊണ്ടുവരാൻ സാഹചര്യം അങ്ങനെയല്ല. അതുകൊണ്ട് ഒറ്റ കാര്യം ചെയ്യാ, ചേച്ചി കാർത്യാനി ചേച്ചി ഒരു കാര്യം ചെയ്യാം, ഈ വചനം വീട്ടിൽ കൊണ്ടുപോയി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഞാൻ എഴുതി കൊടുത്ത വചനം സക്കറിയ 9:8. എന്താണ് ആ വചനം? ഇത് ഭയങ്കര സംരക്ഷണ ഒരു വചനമാണ്. വചനം ഇങ്ങനെയാണ്: ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എന്റെ ഭവനത്തിന് ചുറ്റും പാളയമടിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ദൈവം കാവലിന് ദൂതന്മാരെ അവിടെ നിർത്തും നമ്മുടെ വീടിന് ചുറ്റും. ബൈബിൾ പഠിപ്പിക്കുക സക്രിയ 9:8. എന്നിട്ട് ഞാൻ അതിന്റെ 2 സെന്റൻസ് ഒരു വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തു. ആരും കയറി ഇറങ്ങി നടക്കുക എന്ന് പറഞ്ഞ എന്താണ്? ഒരു വഴക്കോ ഇത്തരത്തിലുള്ള മദ്യപാനം, കത്തിക്കുത്താനുള്ള സാധ്യത, വാക്കത്തിയെടുത്ത് കോഴി കുത്തുന്നത് പോലെ ചുമ്മാ കൊത്തുകൂടുന്ന അവസ്ഥയൊക്കെ മാറും. ഈ വചനം പറഞ്ഞ് ദൈവത്തിന്റെ ദൂതന്മാരുടെ ഒരു വചനം, ആ സംരക്ഷണം അവിടെ കിട്ടും. എന്നിട്ട് ഈ വചനം എഴുതി, ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എന്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ ഏർപ്പെടുത്തും. അടുത്ത വചനം ഇങ്ങനെയാണ്: ഒരു മർദ്ദകനും, മർദ്ദകൻ എന്ന മലയാള വാക്കിന്റെ അർത്ഥം മർദ്ദിക്കുന്നയാളെയാണ് മർദ്ദകൻ എന്ന് വിളിക്കുന്നത്. എന്നെ ഒരാൾ എങ്ങും ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ അയാളൊരു മർദ്ദകനാണെന്ന് പറയും. ഇപ്പോൾ ചിന്തിച്ച്, നമ്മളെ ആരും ഉപദ്രവിക്കുന്നില്ല. നമ്മളെ മർദ്ദിക്കുന്നത് രോഗമായിരിക്കും, സാമ്പത്തിക തകർച്ചയായിരിക്കും, ഉയർച്ചയില്ലാത്ത അവസ്ഥയായിരിക്കും, വിവാഹ തടസ്സമായിരിക്കും, സന്തോഷമില്ലാത്ത അവസ്ഥയായിരിക്കും. ഇതായിരിക്കും നമ്മളെ സംബന്ധിച്ച് മർദ്ദകന്റെ എന്നും മർദ്ദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞു, ഒരു മർദ്ദകനും ഭരണം നടത്തില്ല, കാരണം എന്റെ കണ്ണ് നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പൊ ദൈവത്തിന്റെ വലിയൊരു ഉറപ്പാണ്. ആ വചനം ഒരു കടലാസിൽ എഴുതി കൊടുത്തു. സക്കറിയ 9:8 എഴുതിയില്ല, കാരണം ഈ സഹോദരിക്ക് സക്കറിയ 9:8 എന്തൊന്നും മനസ്സിലാകത്തില്ല. ഞാൻ ആ വചനം മാത്രം എഴുതി കൊടുത്തു. ഇതാ ഇന്ന് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ആ സഹോദരിയോട് പറയാണ്, അച്ഛാ എനിക്ക് അതേപോലത്തെ ഒരു വചനം കൂടെ തരണം. ആ സഹോദരി ആ വചനം കാണാതെ പഠിച്ചു. ഒരു വചനം കൂടെ. എന്തിനാണ് ആ വചനം? അച്ഛാ ഈ വചനം എന്റെ ഭർത്താവോ എന്റെ മകനോ ഒന്നും അറിയാതെ അവർ വീട്ടിലില്ലാത്തപ്പം എന്റെ ഭർത്താവ് കിടക്കുന്ന മുറിയിൽ ഞാൻ ഉറക്കെ പറഞ്ഞ് ആ വചനം പ്രാർത്ഥിച്ചു. എന്റെ മകൻ കുടിച്ചിട്ട് വന്നിട്ട് കിടക്കുന്ന അപ്പുറത്തെ റൂമിലാണ്. അവനില്ലാത്ത സമയത്ത് ഞാൻ അവിടെ ഇരുന്ന്, ആ മുറിയിലിരുന്ന്, ആ കട്ടിലയിലൊക്കെ ഇരുന്ന് ഞാൻ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. പിന്നീട് എനിക്ക് എന്നറിയാം, എന്റെ കുടുംബത്തിൽ ഒരു സന്തോഷമായി. പണ്ട് അപ്പം വാക്കത്തി എടുക്കുമ്പോൾ മകൻ കോടാലി എടുത്തോണ്ടിക്കിട്ട് വരും. അപ്പനൊരു ഗ്ലാസ് ഗാനം പൊട്ടിച്ചാൽ ആ മകൻ അപ്പുറത്ത് അടുക്കളയിൽ പോയി വലിയൊരു കാലമടിച്ച് പൊട്ടിക്കും. ഇത് ആകപ്പാടെ പ്രശ്നമായതുകൊണ്ട് ഇങ്ങനെ ഒരു സങ്കടമായിരുന്നു. പക്ഷേ ഈ വചനം എനിക്ക് ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ടു. അതുകൊണ്ട് എനിക്ക് ഒരു വചനം കൂടെ തരണം എന്ന് എന്നോട് പറഞ്ഞു. ശ്രദ്ധിച്ചേ, ഞാൻ ഇന്ന് ക്ലാസ് എടുക്കാനിരുന്നത് ദൈവവചനത്തെ കുറിച്ചാണ്. നമ്മളിൽ ഒരു പ്രത്യേകതയുണ്ട്, നമ്മളിൽ വചനമില്ല. നമ്മൾ വചനം വായിക്കുന്ന വലിയ മടിയുള്ളവരാണ്. നമ്മൾ വചനം വായിക്കുന്നത് മുക്കിയും മൂളിയും ആർക്കോ വേണ്ടി ഒരു ചത്ത പോലെ ആയിരിക്കും വചനം. ഇതുകൊണ്ട് എന്താ വായിച്ചിട്ട് ഇപ്പൊ എന്ത് കാണിക്കാനാണ് നമ്മൾ ചിന്തിക്കും? ഇത് വായിച്ചിട്ട് ഇപ്പൊ അത്ഭുതങ്ങൾ നടക്കാൻ പോലെ നമ്മൾ ചിന്തിക്കും. നമ്മൾ ദൈവവചനത്തെ കാര്യമായിട്ട്
വായിക്കാത്തതിന് ഇതിൽ നിന്ന് എന്ത് അനുഗ്രഹം കിട്ടുമെന്ന് നമുക്ക് പലർക്കും അറിയില്ല. അതുകൊണ്ടാണ് വചനം പഠിപ്പിക്കുന്നത്, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റിക്കൊണ്ടിരിക്കുന്നത്. പറഞ്ഞു ഹല്ലേലൂയ. എന്താ വചനം നോക്കി, ദൈവത്തിന്റെ വചനമോ വിശുദ്ധ ലിഖിതങ്ങളോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. ഇപ്പൊ നോക്കിക്കേ, ദൈവവചനത്തിന്റെ ശക്തി ഇങ്ങനെയാണ്. അത് നമ്മുടെ കുടുംബങ്ങളിൽ വായിക്കാൻ തുടങ്ങുമ്പോ ആ ദൈവവചനത്തിന്റെ ആത്മാവ് ആ വായിക്കുന്ന സ്ഥലത്ത് വസിക്കാൻ തുടങ്ങും. നിങ്ങളുടെ പറയാം, നിങ്ങളുടെ കുടുംബങ്ങളിൽ സ്പഷ്ടമായും വ്യക്തമായും ഒരു 2 മിനിറ്റ് വചനം വായിച്ചു നോക്കിക്കേ. ആ വചനത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഭവനങ്ങളിൽ ആയിരിക്കാൻ തുടങ്ങും. മുക്കിയും മൂളിയും ഞെരങ്ങിയും വായിക്കോട്ട് വിട്ടും വചനം വായിച്ചാൽ ആ ആത്മാവ് ഇറങ്ങി അങ്ങോട്ട് പോകും. ശക്തമായി വചനം, അതാണ് ദൈവവചനം. ദൈവത്തിന്റെ ശക്തിയുള്ളതാണ് ദൈവവചനം. നമ്മുടെ കയ്യിൽ എല്ലാം ഉണ്ട് ഇത്, പക്ഷെ നമ്മളിതിന് വില കൊടുക്കാത്തത് കൊണ്ടാണ്. ഇന്ന് തൊട്ട് ശ്രദ്ധിച്ച് 2 മിനിറ്റ് വചനം വായിച്ചു. ഒരു ദിവസം 2 മിനിറ്റെങ്കിലും വചനം വായിക്കാതെ കടത്തി വിടരുത്. രാവിലെ എഴുന്നേറ്റ് പോകുമ്പോൾ ഒരു വചനം എടുത്ത് വായിക്കണം. അത് വായിച്ചിട്ട് ആ വായിച്ച മനസ്സിലായാലും അടക്കി അങ്ങോട്ട് ഇട്ടേക്കരുത്. അതൊന്നും കൂടെ വായിച്ച് അതെന്റെ ഈ ചങ്ക് ഭാഗത്ത് കൊണ്ട് ഇരുത്തണം. ദൈവവചനം അങ്ങോട്ട് വായിക്കാൻ തുടങ്ങുമ്പോൾ വചനത്തിന്റെ ആത്മാവ് നമ്മളിൽ നിറയാൻ തുടങ്ങും. ഇന്ന് വചനമില്ല, ബൈബിളുണ്ട്, വചനമില്ല. ഒരു 10 വചനം അറിയാവോ? ചോദിക്കട്ടെ, നമ്മൾ തമ്മിൽ പിണങ്ങും. ഒരു 10 വചനം താഴെ തൊട്ട് സ്കൂളിലെ സാറ് ചോദിക്കുന്നു, ഒരു വചനം 10 പറഞ്ഞു. ഇവിടെ തൊട്ട് പറയാൻ തുടങ്ങി. അയ്യോ, എല്ലാവരുടെയും മുഖമൊക്കെ പോകുന്ന എറ്റിച്ചുളി, ആകെപ്പാടെ പ്രശ്നമാവും. ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് ഇനി വരണ്ട. നമ്മൾ അന്നേരം തന്നെ ഒരു കടലാസിൽ എഴുതി വെച്ച് ഇവിടെ സ്ഥലം വിടും. ചോദ്യമോ എംപോസിഷൻ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളൊക്കെ വരുന്നത്. സ്കൂളിൽ പോകാൻ പിള്ളേർക്ക് മടി എന്താണ്? എംപോസിഷനും അടിയാണ്. പ്രിയപ്പെട്ട് ശ്രദ്ധിച്ചു, ആരും എംപോസിഷനും ഇല്ല, അടിയില്ല, ഒരു പ്രശ്നമില്ല. നിങ്ങൾ വചനം വായിച്ചാൽ മതി, 90% പ്രശ്നങ്ങൾ മാറും. ഇനി ശ്രദ്ധിക്കും, ഒരു 4 പെൺപിള്ളേരുള്ള ഒരു അപ്പനും അമ്മയും. ഞാൻ ധ്യാനത്തിന് പോയപ്പോൾ കേട്ടൊരു അനുഭവമാണ്. അപ്പോൾ ആ അമ്മച്ചി 4 മക്കളെയും നല്ല നിലയ്ക്ക് കെട്ടിച്ചു വിട്ടു. ഏറ്റവും ഇളയ മകളെ കെട്ടിച്ച് ആ പെൺകുട്ടിയുടെ ഭർത്താവാണ് അവരുടെ വീട്ടിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ വലിയ ഒത്തിരി കാലപ്പഴക്കമൊന്നും ആയിട്ടുള്ള കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു വർഷമൊക്കെ ആയിട്ടുള്ള ഏറ്റവും ഇളയ മകളുടെ. അപ്പൊ ഒരു സംഭവം ഞാൻ കേട്ടു. സംഭവം അമ്മച്ചി പറയാണ്, അച്ഛ, എന്റെ മക്കൾ ആരെങ്കിലും ഇച്ചിരിയെങ്കിലും ഒന്ന് ഉഴപ്പാൻ തുടങ്ങിയാൽ അന്നേരം എനിക്ക് ദൈവവചനത്തിലൂടെ ദൈവം കാണിച്ചു തരും. അമ്മച്ചി പറയാണ്, എന്റെ മക്കൾ ആരെങ്കിലും ഇച്ചിരി ഒന്ന് ഉഴപ്പാൻ തുടങ്ങി, എന്തൊക്കെയോ ഒരു വള്ളിക്കെട്ടൊക്കെ അവിടെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് എന്നെനിക്കൊരു സൂചന മുളരെ അതെനിക്ക് അന്നേരം ദൈവവചനം ബൈബിൾ എടുക്കുമ്പോൾ കാണിച്ചു തരും. അതുമായി ബന്ധപ്പെട്ടൊരു വചനം കാണിച്ചു തരും. ഞാൻ എന്നും വചനം വായിക്കും. വെച്ചാൽ എങ്ങനെ വായിക്കും? എന്റെ 4 മക്കളെ സമർപ്പിച്ച് ഞാൻ വചനം എടുത്ത് വായിക്കും. ദൈവം പറയും, നിന്റെ 3ാമത്തെ കൊച്ചിനെ ശ്രദ്ധിക്കണം, 2ാമത്തെ കൊച്ചിന് ഇച്ചിരി ശ്രദ്ധ വേണം, 3ാമത്തെ കൊച്ചു കുഞ്ഞൊരു ഉഴപ്പ് തുടങ്ങിയിട്ടുണ്ട്. അന്നേരം കാണിച്ചു തരും. അതുകൊണ്ട് എനിക്ക് അന്നേരം തന്നെ അത് മുളയിലെ നുള്ളാൻ പറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഈ അമ്മച്ചി പറയാണ്, ഇന്ന് പല അമ്മച്ചിമാരുടെയും പ്രശ്നം, മക്കൾ അല്പം ഉഴപ്പാൻ തുടങ്ങി ആർക്കും പിടികിട്ടൂല. ഏതേലും ഒരറ്റത്തെത്തി പ്രശ്നമാകുമ്പോഴേ അയ്യോ എന്ന് വക്കത്തുള്ളൂ. ഇപ്പൊ ചെറിയ പിള്ളേരുടെ മുഖം നോക്കിയോ, പിള്ളേരുടെ രീതിയും ചിരിയും ഭംഗിയും ഒക്കെ നോക്കിയിട്ടൊന്നും ആർക്കും എന്തൊക്കെയാണ് മനസ്സിൽ ഒളിപ്പിച്ചേരെന്ന് പറയാൻ പറ്റത്തില്ല. ചിരിക്കുന്ന പോലെ ചിലപ്പോൾ മുമ്പിലത്തെ പല്ലുകൊണ്ട് ചിരിക്കും, അകത്ത് വേറൊരു കളി ഉണ്ടാവും, വേറെ രീതിയിലായിരിക്കും. ഇപ്പൊ മാതാപിതാക്കൾക്ക് പോലും അറിയത്തില്ല മക്കളൊക്കെ പറയാതെ അവർക്ക് ഇന്ന് മക്കൾക്ക് 2 സ്വഭാവം ഒരുപോലെ ജീവിക്കാൻ പറ്റും. അകത്തൊരാളായിട്ട് ജീവിക്കാൻ പറ്റും, പുറത്ത് ഒരു കൂസലും ഇല്ലാതെ വേറെ ലെവലും ജീവിക്കാൻ പറ്റും. ശ്രദ്ധിച്ച് മാതാപിതാക്കളെ, ദൈവവചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ആർക്കും നിങ്ങളെ കബളിപ്പിക്കാൻ കഴിയത്തില്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവചനം വായിക്കണം. ഒരു 10 കിലോ വചനമെങ്കിലും നമ്മൾ ഭക്ഷിക്കണം. ബൈബിൾ തിന്നരുത്, വായിച്ചിട്ട് നമ്മൾ ഭക്ഷിക്കണം. വായിച്ച് ഒരു വചനമെങ്കിലും എന്റെ ഉള്ളിൽ നിലനിൽക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ശ്രദ്ധിച്ചേ, ഈ വചനത്തിലൂടെ സംഭവിച്ച പല അബദ്ധങ്ങളും ഒഴിവാകും. ഈ കുറച്ച് കഴിഞ്ഞ മുമ്പിലത്തെ പ്രാവശ്യം ധ്യാനത്തിന് വന്ന ഒരു ചെറുപ്പക്കാരൻ അവിടെ ധ്യാനിക്കാൻ വന്നു. അവന്റെ പേര് ഷിൻസ്. ഇവിടുത്തുകാരനല്ല, കണ്ണൂർ ജില്ലക്കാരനാണ്, അതുകൊണ്ട് ആ പേര് പറഞ്ഞത്. അവന് 2.25 ലക്ഷം രൂപ എങ്ങോട്ടാന്നറിയോ? ഓസ്ട്രേലിയയിൽ ഒട്ടനെ ജോലി. ഇപ്പൊ ജോലിയാന്നാ പറഞ്ഞു, ഓസ്ട്രേലിയയിൽ. അതുകൊണ്ട് എന്ത് ചെയ്തു? അവന്റെ അപ്പന് 1.5 ലക്ഷം രൂപ ഉണ്ടായിരുന്ന ഒരു പഴയ ആപ്പോ ഓട്ടോറിക്ഷയൊക്കെ വിറ്റിട്ട് ഇവൻ പോയി. ഇപ്പം ഭയങ്കര ശമ്പളം. ഒരു വർഷം കൊണ്ട് തന്നെ വീടും വെക്കാൻ പറ്റും, കടവും വീടും ഭയങ്കര സെറ്റപ്പിലാവും. അവൻ ധ്യാനിക്കാൻ വന്നത് ഓസ്ട്രേലിയക്ക്. അവൻ പോകുന്ന സ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാൻ വന്നതാണ്. 1.5 ലക്ഷം രൂപ ആപ്പോ ഓട്ടോറിക്ഷ വിറ്റ് കൊടുത്തു. അപ്പോൾ ഈ വ്യക്തിയോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഇവരുടെ കുടുംബനാഥനോടൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ ഇനി പൈസ കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇന്നത്തെ ലോകമാണ്,
നിങ്ങൾ ശരിക്കും ദൈവവചനം എടുത്തു വെച്ച് പ്രാർത്ഥിച്ചൊരു വചനം തുറന്നു നോക്കിക്കോ. വചനം നിങ്ങളോട് പറയും, വചനം പറയും എന്ന് എനിക്കൊരു ഇത് ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ആ വീട്ടിൽ ചെന്ന് ആ അപ്പച്ചൻ ബൈബിൾ വായിച്ചപ്പോണ്ട് ചതിക്കും, അതായത് കൂട്ടുകാർ ചതിക്കുന്ന ഒരു ഭാഗമാണ് ബൈബിളിൽ വന്നത്. ഉടനെ അദ്ദേഹം പെട്ടെന്ന് ഒരു തീരുമാനം എടുത്തു, പൈസ ഇപ്പൊ കൊടുക്കണ്ട. ഇപ്പോൾ അതിനുശേഷം കണ്ണൂർ ജില്ലയിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അന്വേഷിച്ചപ്പം ഇത് നല്ലൊരു കമ്പനിയെ അല്ല, ഇതാകപ്പാടെ ഇവരുടെ പാസ്പോർട്ടും ഇതൊക്കെ എടുത്തിട്ട് ഒരു പറ്റിക്കൽ കമ്പനി, പൈസ മേടിച്ചിട്ട് കബളിപ്പിക്കുന്ന ഏർപ്പാടാണ്. ഇച്ചിരി പൈസ പോയി. അപ്പോൾ ഈ ചാച്ചൻ പറഞ്ഞൊരു കാര്യം, ദൈവവചനം ഞങ്ങളോട് പറഞ്ഞാ, ദൈവവചനം വായിച്ചപ്പോ ഞങ്ങൾക്ക് മനസ്സിൽ ചതിയാണ്, എന്തോ ഒരു കുഴപ്പമില്ല, നല്ലതല്ല, മക്കൾക്ക് നല്ലതല്ല. പക്ഷെ ഇവനോട് പറഞ്ഞാൽ മനസ്സിലാവില്ലായിരുന്നു. ശ്രദ്ധിച്ചു കേട്ടെ, നമ്മൾ പല അബദ്ധങ്ങളിലും ചെന്ന് ചാടാനുള്ള കാരണം നമ്മൾ ദൈവവചനം വേറെ എങ്ങോട്ട് ഓടണ്ട, പ്രാർത്ഥിച്ചിട്ട് വചനം തുറന്നു നോക്കിക്കോ. ദൈവവചനം നമ്മളോട് പറയും അത് വേണ്ട, അത് ശരിയാവത്തില്ല, അത് നിങ്ങൾക്ക് പറ്റിയതല്ല കേട്ടോ, അത് ലാഭത്തിനുള്ള ഏർപ്പാടായിരിക്കില്ല കേട്ടോ. പറഞ്ഞേ, വചനത്തിന്റെ ശക്തി, വചനം നമ്മളോട് പറയും. അതുകൊണ്ടാണ് പ്രഭാഷകന്റെ പുസ്തകം 42:15 ദൈവത്തിന്റെ പ്രവർത്തികൾ ദൈവവചനം വഴി നിർവഹിക്കപ്പെടും. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ, അവർക്ക് പറയാം ഹല്ലേലൂയ. വീണ്ടും വചനം, നല്ലൊരു വചനം പറയും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 10-11 വാക്യങ്ങൾ. നല്ല വചനാണ്, മറക്കരുത്. യെശയ്യാ 55:10. ശ്രദ്ധിച്ചു കേട്ടെ, വചനം ശ്രദ്ധിച്ച് പതുക്കെ വായിക്കാം. യെശയ്യാ 55:10-11 വചനം പഠിപ്പിക്കുകയാണ്. മഴയും മഞ്ഞും മൂളിന്ന് വരും, ആകാശത്തു നിന്ന് വരുന്നു. എന്തൊക്കെ വരുന്നു? മഴയും മഞ്ഞും ആകാശത്ത് നിന്ന് വരും. നമ്മൾ കാണും. വന്നാൽ എന്ത് ചെയ്യും? അത് വന്നേച്ച് അത് മുകളിലോട്ട് പോവുക, അത് വന്ന് അവിടെ കിടക്കും. മഴ പെയ്ത് മഞ്ഞിന്റെ വെള്ളവും മഴവെള്ളവും ഭൂമിയിലേക്ക് വീണാൽ എന്ത് സംഭവിക്കും? ഈ വെള്ളം നേരെ മുകളിലേക്ക് അപ്പുറത്ത് കയറി ഇങ്ങനെ റിവേഴ്സ് അടിച്ചുകൊണ്ടിരിക്കുന്നില്ല, മെഷീൻ പോലെ. ഇത് മണ്ണിലേക്ക് ഇറങ്ങും. ദൈവത്തിനെ പഠിപ്പിക്കുകയാണ്, മഴയും മഞ്ഞും ആകാശത്തു നിന്ന് വരുന്നു, അത് അങ്ങോട്ടും അടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു, അത് സസ്യങ്ങൾ മുളപ്പിച്ച് ആഹാരം നൽകുന്നു, വിതയ്ക്കാൻ വിത്ത്, ഭക്ഷിക്കാൻ ആഹാരം. 11-ാമത്തെ വാക്യം, എന്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന ദൈവവചനവും അങ്ങനെ തന്നെ. എങ്ങനെ തന്നെ? മഴയും മഞ്ഞും ആകാശത്തു നിന്ന് വന്നു, അത് ഭൂമിയിലേക്ക് അങ്ങോട്ട് വീഴുന്നു, അത് മണ്ണിലേക്ക് ഇറങ്ങി. ഒരു മഴ പെയ്യുമ്പോൾ ഇത്രയും നനയും, 2 മഴ പെയ്യുമ്പോൾ കുറച്ചുകൂടെ നനയും, 3, 4 മഴ കണ്ടിന്യൂസ് മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ വെള്ളം ഇറങ്ങും, പിന്നെ ഉറവയുണ്ടാകാൻ തുടങ്ങും. ഇതുപോലെയാണ് ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ വചനം 1 പ്രാവശ്യം വായിച്ചു, 2 പ്രാവശ്യം വായിച്ചു, 1 വചനം പഠിച്ചു, 10 വചനം പഠിച്ചു, അത് നമ്മുടെ വ്യക്തികളിലേക്കും കുടുംബങ്ങളിലേക്കും ഇറങ്ങി 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 ചെല്ലും. പറഞ്ഞു ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേട്ട്, നിങ്ങളിൽ ദൈവവചനം ഇങ്ങനെ വിതച്ചുകൊണ്ടിരിക്കണം. നിങ്ങളുടെ കുടുംബങ്ങളിൽ സന്ധ്യാസമയങ്ങളിൽ കുടുംബനാഥൻ ഒച്ചത്തിൽ വചനം വായിച്ച് കുടുംബത്തിൽ വചനം വിതയ്ക്കണം. എങ്ങനെ വിതയ്ക്കണം? നമ്മുടെ പറമ്പിലൊക്കെ കൃഷി ചെയ്യുന്ന ആളുകൾ നല്ലപോലെ നിലമൊക്കെ ഒരുക്കി അതിനുശേഷം വിത്തെടുത്ത് വിത്ത് വിതയ്ക്കുന്ന പോലെ എന്ത് ചെയ്യണം? ഒരു കുടുംബത്തിലെ കുടുംബനാഥൻ ദൈവവചനം എടുത്ത് സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്ത് കുടുംബനാഥന്റെ അധരത്തിലൂടെ ദൈവവചനം അങ്ങോട്ട് വിതയ്ക്കണം. ഇത് എവിടെ ചെന്ന് വീഴും? അതാ ഭിത്തി, നിങ്ങളുടെ വീടിന്റെ ഭിത്തി കേൾക്കും, നിലം കേൾക്കും, അടുക്കള കേൾക്കും, ഇപ്പുറത്തെ മുറി കേൾക്കും. ചിലപ്പോ ആ വായനയുടെ ഒച്ച അനുസരിച്ച് അത് മിറ്റം കഴിഞ്ഞ് അടുത്ത ഒരു ഏരിയ വരെ ഇങ്ങനെ കേൾക്കും. അപ്പൊ ദൈവവചനം അവിടെ അവിടെ ചെന്ന് വീഴുമ്പോ അത് ചുമ്മാ തിരിച്ചു വരത്തില്ല. അതേ ദൈവവചനം നിങ്ങളുടെ ഭവനത്തിൽ തന്നെ അത് ഓരോ രീതിയിൽ മുളയെടുത്ത് അഭിഷേകത്തിന്റെയും അനുഗ്രഹത്തിന്റെയും രീതിയിൽ അത് ഫലം കായ്ക്കും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് ദൈവവചനത്തിന്റെ ശക്തി. ഇത് വിതയ്ക്കാതിരുന്നാലോ? ദൈവവചനം നമ്മൾ വിതയ്ക്കുന്നില്ല. ഇത് പിന്നെ ദൈവവചനം ഇപ്പൊ വായിക്കാൻ ഒരു ചേട്ടൻ പറഞ്ഞ പോലെ വാസ്തവം പറയാലോ അച്ഛാ, ബൈബിൾ വായിക്കാൻ സമയം കിട്ടാറില്ല. അതാണ് സത്യം. സത്യം പറയാലോ, ബാക്കി എല്ലാത്തിനും സമയമുണ്ട്. എന്റെ ഫോണിനകത്ത് വരെ എന്തുണ്ട്? POCയുടെ ഫുൾ ബൈബിൾ ഇരിക്കുക. പക്ഷെ വായിക്കാൻ, സത്യം പറയാലോ, അത് വായിക്കാൻ സമയം കിട്ടാറില്ല. അഥവാ വായിച്ചാൽ തന്നെയോ മുക്കി മോളി ഞെരങ്ങി ഫസ്റ്റ് കീറില് ഒരു വലിയ ലോറി ചുരം കയറി വരുന്നവരായിരിക്കും മലയാളം അറിയുന്ന ആൾക്കാരും വചനം വായിക്കുന്നത്. അയ്യോ, അവിടെ ഇരിക്കുന്നവർക്കും പിടികിട്ടൂല, വായിക്കുന്നവർക്കും പിടികിട്ടൂല, ഇനി ദൈവശാസ്ത്രം അറിയുന്നവർക്കും പിടികിട്ടും, ആർക്കും പിടികിട്ടില്ല. അത് വെറും പാഴ്വിത്ത് വീഴുന്നു, അത് മുളക്കിയല്ല. ദൈവവചനം അത്
ശക്തിയോടെ അത് വിതയ്ക്കണം. അതാര് വിതയ്ക്കണം? കുടുംബത്തിലെ പ്രധാനപ്പെട്ട അമ്മയും അപ്പനെ അത് വിതയ്ക്കണം. വിതച്ചില്ലെങ്കിലോ സാത്താൻ വിതയ്ക്കാൻ തുടങ്ങും. എന്ത് വിതയ്ക്കും? സാത്താൻ പല കാര്യങ്ങളും വിതയ്ക്കും. അശുദ്ധി വിതയ്ക്കും, തെറ്റായ പ്രേമബന്ധം വിതയ്ക്കും, തകർച്ച വിതയ്ക്കും, രോഗം വിതയ്ക്കും, പ്രശ്നം വിതയ്ക്കും, വഴക്ക് വിതയ്ക്കും, വാശി വിതയ്ക്കും. ഇതെന്നും പ്രശ്നം. എന്തുകൊണ്ടാ? ദൈവവചനം വിതച്ചാൽ പിശാച് ഈ സംഭവം വിതയ്ക്കത്തില്ല. നിലം കാലിയായിട്ട് കിടന്നു കഴിഞ്ഞാൽ പിശാച് നമ്മുടെ കുടുംബത്തിൽ കയറി ഇതാ തമ്മിത്തല്ല് അങ്ങോട്ട് വിതച്ചിട്ടിട്ട് പോകും. പിന്നെ നമ്മൾ കിടന്നെന്നും വഴക്ക്. ഒരു കുഞ്ഞു കാര്യം മതി 100 വഴക്ക്. ഒരു ചെറിയ കാര്യം പിശാച് വന്നിട്ടൊരു വാശി ഇട്ടിട്ട് പോകും. ഭർത്താവും ഭാര്യയും തമ്മിൽ വാശിയോട് വാശി. മക്കള് മിണ്ടുന്നില്ല, അമ്മ മിണ്ടുന്നില്ല, ആരും മിണ്ടുന്നില്ല, ഒരു വാശി. എന്താ സംഭവം? ഈ സംഭവം നടക്കാനുള്ള കാരണം ദൈവവചനം ആ ഭവനത്തിൽ വിതയ്ക്കപ്പെടാത്തത് കൊണ്ട് പിശാച് ആ ഭവനത്തിലേക്ക് കയറി ഇത് സംഭവം എല്ലാം വിതച്ചിട്ട് പോകും. ഇവിടെ കാര്യം ഒരു സാരി ശ്രദ്ധിച്ച്, ഇവിടെ ഇരിക്കുന്ന ഓരോ ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും അതോടൊപ്പം പ്രായമുള്ളവരും മധ്യവയസ്കരും എല്ലാവരും ശ്രദ്ധിച്ച്, നമ്മൾ ദിനം പ്രതി വചനം വായിച്ച് നമ്മളിലേക്ക് തന്നെ വചനം വിതച്ചു കൊടുക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ നമുക്ക് അശുദ്ധിയിലേക്കുള്ള ആഗ്രഹം തന്ന്, തെറ്റായ പ്രലോഭനം തന്ന് അശുദ്ധി വിതച്ചുകൊണ്ടിരിക്കും. എപ്പോഴും അശുദ്ധി ചിന്തിക്കുന്നു, അശുദ്ധി. നമുക്ക് കാരണം ദൈവവചനം വിതയ്ക്കാൻ സമയമില്ല. കാരണം നമ്മളിങ്ങനെ വേണ്ടാത്തത് പിശാച് നമ്മുടെ ഉള്ളിൽ വിതച്ചുകൊണ്ടിരിക്കും. അത് സംഭവിക്കത്തില്ല. പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ കേട്ടത് ദൈവവചനം ആകാശത്തു നിന്ന് പെയ്തിറങ്ങുന്ന മഴയും മഞ്ഞും പോലെയാണെന്നാണ് യെശയ്യാ പ്രവാചകനിലൂടെ 55:10-11 വാക്യം പഠിപ്പിക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധിച്ച്, ഒരു 10-15 ദിവസം അടുപ്പിച്ച് അങ്ങോട്ട് മഴ പെയ്യാണെന്ന് കരുതുക. 15 ദിവസം അങ്ങോട്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതാ ഈ പറയുന്ന കാപ്പിത്തോട്ടത്തിലൊക്കെ ഇതാ ഉറവയോട് ഉറവയായിരിക്കും. എങ്ങനെ ഈ ഉറവ ഉണ്ടാവുന്നത്? ഒരു മഴ പെയ്തപ്പോഴാണ് ഉറവയുണ്ടായത്. നല്ലപോലെ 10-15 ദിവസം അങ്ങോട്ട് നിൽക്കാതെ മഴ പെയ്താൽ ഇവിടെ ഉറവയോട് ഉറവയായിരിക്കും. എങ്ങനെയാ ഉറവയുണ്ടാകുന്നത്? മഴവെള്ളം ഇറങ്ങി 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 ഭൂമി നന്നായിട്ട് നനയുമ്പോഴാണ് ഓരോ ഉറവകൾ പൊട്ടി വരുന്നത് എന്ന് പറയുന്നത് പോലെ ദൈവവചനം ശരിക്കും നമ്മൾ വായിച്ച് നമ്മുടെ ശരീരത്തിലേക്കും മനസ്സിലേക്കും ആത്മാവിലേക്കും വചനം ഇറങ്ങുമ്പോൾ നമ്മളിൽ നിന്ന് അഭിഷേകം, ഒരു പുതിയ കൃപ, ഇങ്ങനെ പലതരത്തിലുള്ള കൃപകൾ നമ്മളിൽ നിന്ന് വീണ്ടും പൊട്ടി വരാൻ തുടങ്ങും. നമ്മളിലൂടെ വളർച്ച വരും, നമ്മളിലൂടെ അഭിഷേകം വരും. ഇത് നമ്മുടെ കുടുംബത്തിൽ വചനം വിതച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലും ഇതുപോലുള്ള അഭിഷേകം നിറഞ്ഞൊഴുകും. തകർച്ച വരത്തില്ല. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഉറക്കെ പറയാം ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്താം. വെളിപാട് ഗ്രന്ഥം 19-ാം അധ്യായം 13-ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ. വെളിപാട് 19:13 ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവൻ രക്തത്തിൽ മുക്കിയ ഒരു മേലങ്കി ധരിച്ചിരുന്നു, അവന്റെ പേര് ദൈവവചനം എന്നായിരുന്നു. അതാണ് ഈശോയുടെ ഇതാ ഇവിടെ ഒരു മേലങ്കി പോലെ ഒരു തുണിയുണ്ട്, ഒരു തുണി. ബൈബിൾ പഠിപ്പിക്കുക വെളിപാട് 19:13 എന്താണ് ഈ മേലങ്കി സൂചിപ്പിക്കുന്നത്? അവൻ രക്തത്തിൽ മുക്കിയ ഒരു മേലങ്കി ധരിച്ചിരുന്നു, ഒരു മേലങ്കി. അതിന്റെ പേര് ദൈവവചനം എന്നായിരുന്നു. ഇനി ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മളെന്താ ഈ മുക്കിയും മൂളിയൊക്കെ ദൈവവചനം വായിക്കുന്നറിയോ? ദൈവവചനത്തിന് എന്തൊക്കെ തരാൻ പറ്റുമെന്ന് നമുക്കറിയത്തില്ല. ദൈവവചനത്തിന് ഈ എന്റെ ജീവിതത്തിലേക്ക് എന്തൊക്കെ കൊണ്ടുവരാൻ പറ്റും? ശ്രദ്ധിച്ചു കേട്ട്. അടുത്ത വചനം ഇങ്ങനെയാണ്, വെളിപാട് 12:11 കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും അവർ ശത്രുവിന്റെ മേൽ വിജയം നേടി. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. ഒരു വ്യക്തി, ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ജീവിതത്തിൽ വിജയിക്കണം, എന്റെ ബിസിനസ്സിൽ വിജയിക്കണം, എന്റെ കൃഷിയിൽ എനിക്ക്, എന്റെ മക്കളെ വിജയിക്കണം, നന്നായിട്ട് വരണം, എനിക്ക് ഈ മേഖലയിൽ നന്നായിട്ട് വിജയിച്ചു. എങ്ങനെ വിജയിക്കാൻ പറ്റും? രാവിലെയും വൈകുന്നേരവും പണിയെടുത്താലല്ല വിജയിക്കുന്നു പറഞ്ഞിരിക്കുന്നത്. കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും, ഇതാ രണ്ടാമത്തെ കാര്യം, സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും അവർ ശത്രുവിന്റെ മേൽ വിജയം നേടി. വിജയം നേടാനുള്ള ഒന്നാമത്തെ ഒരു പാതയാണ് ദൈവവചനം. പറഞ്ഞേ ഹല്ലേലൂയ. ഇനി അടുത്ത വാക്യം വളരെ ശ്രദ്ധിക്കണം. ദൈവവചനത്തിന് എന്തൊക്കെ തരാൻ പറ്റും? എന്തൊക്കെ തരാൻ പറ്റും? അതാണ് നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. ശ്രദ്ധിച്ചു കേൾക്കണം. ഞാൻ ഈ വചനം പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഒരു കോണ്ടക്സ്റ്റ് വായിച്ചപ്പോഴാണ് ദൈവവചനത്തിന് നമ്മുടെ ജീവിതത്തിലേക്ക് കുറെ കാര്യങ്ങൾ ചെയ്തു തരാൻ പറ്റും. ദൈവവചനത്തിന് നമ്മൾ ദൈവവചനം വായിക്കാതിരുന്നാലോ നമുക്ക് ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടാതെ വരുന്നതിന്റെ കാരണം ദൈവവചനം ഇല്ലാത്തത് കൊണ്ടാണ്. ദൈവവചനം വേണം, നമ്മുടെ ഉള്ളിൽ വേണം. നമ്മുടെ ഉള്ളിൽ വായിച്ച് എങ്ങനെ അത് ഉള്ളിൽ കൊണ്ടുവരണം? നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് നമ്മുടെ വയറിലേക്ക് ചെല്ലുന്ന പോലെ നമ്മൾ കണ്ണുകൊണ്ടും ചെവി കൊണ്ടും കേട്ടും കണ്ടും വായിച്ച് ഈ വചനം നമ്മുടെ ഉള്ളിലാക്കണം. നമുക്ക് 2 മത്തങ്ങ കണ്ണുകൾ തന്നിരിക്കുന്നത് എന്തിനാണ്? ഇതൊരു ക്യാമറയാണ്. ഇവിടെ ഇരിക്കുന്ന ക്യാമറ പോലത്തെ ഒരു ക്യാമറയാണ് ഈ രണ്ടും.
അതുകൊണ്ട് നമ്മൾ ദൈവവചനം വായിച്ച് വേണ്ടാത്തത് കണ്ടും അത് മാത്രം കോപ്പി എടുക്കാനുള്ളതല്ലത്. ഇത് ദൈവവചനം വായിക്കുമ്പോൾ ഒരു ഫോട്ടോ എടുക്കുന്ന പോലെ നമ്മുടെ കണ്ണത് എടുത്തിട്ട് നമ്മുടെ ഉള്ളിലേക്ക് കൊടുക്കും. നമ്മൾ ദൈവവചനം ചുമ്മാ എടുത്ത് കുറെ നേരം നോക്കിയിരുന്നാൽ തന്നെ ആ ദൈവവചനത്തിന്റെ അഭിഷേകം ഈ കണ്ണിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് വരും. പറഞ്ഞേ ഹല്ലേലൂയ, അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം എഴുതിയിരിക്കുന്നു. നോക്കിക്കേ, 28-ാം അധ്യായം 2-ാമത്തെ വാക്യം ശ്രദ്ധിച്ച് കേൾക്കണം. നിയമാവർത്തനം 28:2. ശരിക്കും ചിന്തിച്ചു നോക്കിയേ, ഇത്രയും പേർക്ക് ഈ ഉച്ചസമയമായ ഈ ചൂടത്ത് ഈ ആവി പരവേശമുള്ള സമയത്ത് ഇവിടെ ഇരുന്ന് ദൈവവചനം കേൾക്കാൻ കഴിയുന്നത് തന്നെ ഒരു കൃപയല്ലേ? ഇതൊരു കൃപയാണ്. ഇത് സാധാരണ സംഭവമായിട്ട് വിചാരിക്കരുത്. ചിലപ്പോൾ അറിയാതെ വന്നവരായിരിക്കും, ചിലർ ആരെങ്കിലും ഒക്കെ നിർബന്ധിച്ച് വന്നതായിരിക്കും, ചിലപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടുകേട്ട് പോകാമെന്ന് വിചാരിച്ചു വന്നതായിരിക്കും. എങ്ങനെ വന്നതാണെങ്കിലും ശ്രദ്ധിച്ചു നോക്കിയേ, ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് ജീവനുള്ള ദൈവത്തിന്റെ വചനാണ്. ഇത് കേട്ടാലുള്ള ഗുണം 28:2 ദൈവം പഠിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ വചനം നീ ശ്രവിച്ചാൽ, വെറുതെ കേട്ടാ മതി, കേട്ടാൽ ഈ അനുഗ്രഹമെല്ലാം നിന്റെ മേൽ വരാൻ തുടങ്ങും. എന്നിട്ട് ഒരു അധ്യായം മുഴുവൻ കൊടുത്തിരിക്കുക. അങ്ങനെ വരും, ഇങ്ങനെ വരും, സമൃദ്ധി വരും, വിജയം ഉണ്ടാകും, ശത്രു തോക്കും, 100 വഴിക്കൂടെ തിരിച്ചു പോകും, ശത്രു 1 വഴിയിലൂടെ വരും, ശത്രു നിന്നെ പേടിച്ച് 10 വഴിയിലൂടെ തിരിച്ചു പോകും. എങ്ങനെ? ദൈവവചനത്തിലൂടെ കിട്ടുന്ന അനുഗ്രഹം. ദൈവവചനം പഠിപ്പിച്ച് ശ്രദ്ധിച്ച്, നീ ദൈവവചനം ഇതാ ഈ ചെവി കൊണ്ട് കേട്ടാൽ തന്നെ ഈ അനുഗ്രഹമെല്ലാം നിന്റെ മേൽ ചൊരിയും. നീ ശ്രദ്ധിച്ചു നോക്കിക്കേ, ദൈവവചനം പറയുന്ന ഇടങ്ങളിലെല്ലാം അത്ഭുതങ്ങൾ നടക്കുന്നു. ദൈവവചനം പ്രഘോഷിക്കപ്പെടുന്ന സ്ഥലങ്ങളിലെല്ലാം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സൗഖ്യങ്ങൾ നടക്കുന്നു. ദൈവവചനം പ്രഘോഷിക്കപ്പെടുന്ന സ്ഥലങ്ങളിലെല്ലാം വിമോചനം നടക്കുന്നു. ദൈവവചനം പറയുന്ന സ്ഥലത്ത് അത്ഭുത സാക്ഷ്യങ്ങൾ ഉണ്ടാകുന്നു. ദൈവവചനം കേട്ടാ മതി, അതിൽ തന്നെ ഭയങ്കര അഭിഷേകമാണ്. പറഞ്ഞേ ഹല്ലേലൂയ, അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഒരിക്കൽ കൂടി പറയാം, ദൈവവചനം ശ്രവിച്ചാൽ ഈ അനുഗ്രഹമെല്ലാം നിന്റെ മേൽ ചൊരിയും. 1-ാമത്തെ അനുഗ്രഹം, ദൈവവചനം ചുമ്മാ കേട്ടാ കിട്ടുന്ന 2 അനുഗ്രഹം. അതാണ് 3, 4 തിരുവചനങ്ങൾ. നഗരത്തിലും വയലിലും നീ ഒരു അനുഗ്രഹമുള്ള ആളായിരിക്കും. ശ്രദ്ധിച്ച്, നഗരവും വയലും. എന്തൊക്കെയാണ് നഗരവും വയലും സൂചിപ്പിക്കുന്നത്? നഗരം, ഇപ്പോൾ നിങ്ങൾ വടുവഞ്ചാലിൽ താമസിക്കുന്ന ആൾക്കാരായിരിക്കും, കൽപ്പറ്റയിൽ താമസിക്കുന്ന, ഇതെല്ലാം ഒരു നഗരമാണ്. ദൈവവചനം നീ കേട്ടാൽ, വടുവഞ്ചാലിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ് ദൈവവചനം കേൾക്കുന്നെങ്കിൽ ആ ദേശത്ത് അവൻ അനുഗ്രഹത്തോടെ ഉയർന്നു നിൽക്കും. ഹല്ലേലൂയ. ഇത് വചനാണ് പഠിപ്പിക്കുന്നത്. ദൈവവചനം നീ ശ്രവിച്ചാൽ നീ താമസിക്കുന്ന ഇടത്ത് നീ അനുഗ്രഹത്തോടെ ഉയർന്നു നിൽക്കും. നീ മാത്രമല്ല, നിന്റെ മക്കളും നിന്റെ തലമുറയും കുടുംബം മുഴുവൻ ഉയർന്നു നിൽക്കും. അടുത്തത്, വയലിലും നീ വയലെന്ന് സൂചിപ്പിക്കുന്നത് സാമ്പത്തിക മേഖല, കൃഷി, സാമ്പത്തിക മേഖല, വരുമാന മേഖല. ദൈവവചനം കേട്ടാൽ തന്നെ എന്ത് സംഭവിക്കും? നമ്മുടെ സാമ്പത്തിക മേഖല അനുഗ്രഹിക്കപ്പെടും. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. ഞാന് ഒരു സ്ഥലത്ത് പോയി. ആ സ്ഥലത്ത് വലിയൊരു പശു ഫാമാണ്. അവരാദ്യം ഒരു പശുവിനെ മേടിച്ചു. ആ പശു, അവര് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പശുവാണ്. ഭയങ്കര ലിറ്റർ, ഇത് കറക്കുന്നതൊക്കെ മെഷീൻസ് ആണ്. അപ്പോൾ ഈ പശു 2 എണ്ണത്തിനെ കൊണ്ടുവന്നിട്ട് അവർക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ്. കാരണം പശു അതിനെ കാണിച്ചു, അതിന്റെ കന്നാലിക്കൂടും അതിന്റെ സെറ്റപ്പ് ഒന്നും ശരിയാകാത്തതുകൊണ്ട്, കാലാവസ്ഥ ശരിയാകാത്തതുകൊണ്ട് ഇത് ചത്തുപോയി. ഒത്തിരി പാല് കിട്ടുന്ന പശുവാണ്, ഇവർക്ക് നഷ്ടമാണ്. അപ്പോൾ ഇവര് ധ്യാനത്തിനൊക്കെ, ഇവിടെയല്ല വേറെ എവിടെയോ ധ്യാനത്തിനൊക്കെ പോയപ്പോ കൗൺസിലർ പറഞ്ഞു, നിങ്ങളുടെ കന്നുകാലിക്കൂട്ടിൽ ഒരു കാര്യം ചെയ്യും, ഒരു പശുപാൻ തുടങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു കുഞ്ഞ് ബോക്സ് മേടിച്ച് നിങ്ങൾ അവിടെ വെച്ചിട്ട് ദൈവവചനം ഇങ്ങനെ റെക്കോർഡ് ചെയ്തത് നിങ്ങൾക്ക്. അപ്പൊ അദ്ദേഹം ഒരു പെൻ ഡ്രൈവിനകത്ത് അതൊരു ചെറിയൊരു 400 രൂപ അങ്ങനെ കൊടുക്കുന്ന ഒരു സൈസ് സാധനമാണ്. അതിലിങ്ങനെ കുത്തി വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞൊരു ബോക്സിലൂടെ ദൈവവചനം ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. ദൈവവചനം വായിക്കുന്നതാണ്. ദൈവവചനം ഇങ്ങനെ ഒരു ആൺ സ്വരത്തിലും ഒരു പെൺ സ്വരത്തിലും വചനം ഇങ്ങനെ മാറി മാറി വായിക്കുന്നത് ഇങ്ങനെ കേൾക്കും. അദ്ദേഹം അത് പെൺഡ്രൈവിനകത്ത് കോപ്പി എടുത്തുകൊണ്ട് വന്ന് ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞിട്ട് ഇങ്ങനത്തെ സംഭവം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇത് കന്നുകാലി കൂട്ടി വെച്ചു. അതായത് 2 പശുക്കൾ നല്ല പാല് കിട്ടുന്ന തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പശു അദ്ദേഹത്തിന് ലക്ഷക്കണക്കിന് നഷ്ടമുണ്ടാക്കുന്ന തരത്തിൽ ഈ പശു ചത്തുപോയ പിന്നെ ഒരാൾ പറഞ്ഞു, വചനം അങ്ങോട്ട് വെക്ക്, വചനം. ഈ വചനം ഇങ്ങനെ കന്നാലിക്കൂട്ടിൽ രാവിലെ പുതിയ പശുക്കൾ വന്നു, വചനം കേട്ടുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം പറയണം, ഇന്ന് 18 പശുക്കളുണ്ട്. 18 പശുക്കൾ, കറക്കുന്ന പശുക്കൾ, അതെല്ലാം 10, 12
ദൈവവചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: നീ ദൈവവചനം ശ്രവിച്ചാൽ ഈ അനുഗ്രഹം എല്ലാം നിന്റെ മേൽ ചൊരിയും. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. മൂന്നാമത്തെ ഒരു അനുഗ്രഹമാണ് 28-ാം അധ്യായം 9-ാമത്തെ വചനം. അതാണ് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നീ ദൈവവചനം ശ്രവിച്ചാൽ നിന്നെ ഒരു വിശുദ്ധ ജനമായി ദൈവം ഉയർത്താൻ തുടങ്ങും. അതായത് നോക്കിയേ, ദൈവവചനം നമ്മൾ കുടുംബത്തിൽ ശരിക്കും വായിച്ച് നമ്മുടെ മക്കളും ദൈവവചനം വായിച്ചു നോക്കിക്കോ, നമ്മുടെ മക്കളെ ദൈവം ഉയർത്താൻ തുടങ്ങും. വചനം പഠിപ്പിക്കുകയാണ് 28-ാം അധ്യായം 9-ാമത്തെ വാക്യം: നീ ദൈവത്തിന്റെ വചനം ശ്രവിച്ചാൽ ഒരു വിശുദ്ധ ജനമായി നിന്നെയും നിന്റെ കുടുംബത്തിലെ തലമുറകളെയും ദൈവം ഉയർത്തും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്ത. ഇനി ഒരു കാര്യം ശ്രദ്ധിച്ച്. അപ്പൊ ചില പ്രാർത്ഥിക്കുന്ന ആളുകൾ ചിന്തിക്കും, ഞാൻ എന്റെ വീട്ടിൽ 3 മണിക്കൂർ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന ഒരാളാണ്. എന്നോട് ഒരാൾ പറഞ്ഞതാണ്, ഞാൻ 3 മണിക്കൂർ പ്രാർത്ഥിക്കും, വചനമൊന്നും വായിക്കാറില്ല, ഞാൻ ലോകത്തിൽ അങ്ങ് ഇന്ത്യ മഹാരാജ്യം മുഴുവൻ ആൾക്കാർക്കും വേണ്ടി അച്ഛ എന്റെ വീട്ടിൽ ഞാൻ വെളുപ്പിന് 3 മണി എതിരെ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നിട്ടും എന്റെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ട്. നിങ്ങൾ 3 മണിക്കൂറോ 5 മണിക്കൂറോ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നത് നല്ലത് തന്നെ. പക്ഷെ ഒരു കാര്യം കേട്ടെ, അപ്പൊ ദൈവവചനത്തിലൊന്നും വലിയ കാര്യമില്ലെന്ന് പറഞ്ഞ് വചനം ആ വീട്ടിൽ മാറ്റി വെച്ചിരിക്കുക. ദൈവവചനം അത്രയും പ്രാർത്ഥിക്കുന്ന ഒരാളാണ് 1 മണിക്കൂർ ദൈവവചനം വായിക്കണം. നിങ്ങളുടെ കൈകളിൽ 2 പേനയും കരുതണം. എന്തിനാ 2 പേന? ദൈവവചനം വായിക്കുമ്പോൾ ഒരു പേന കൈ പിടിക്കണം, എന്നിട്ട് അത് എഴുതി വരച്ചു വെക്കണം. ഒരു നല്ല വചനം എനിക്ക് ഇഷ്ടപ്പെട്ടു വരച്ചു വെക്കണം. എന്തിനാ 2 പേന? ഒന്ന് തെളിയാതെ വന്നാൽ അപ്പുറത്തെ പേന പേന തെളിയുന്നില്ല, അതുകൊണ്ട് കളഞ്ഞേക്ക് ഇത് വരയ്ക്കുന്നില്ലെന്ന്. ഞാൻ ദൈവവചനം വായിക്കുമ്പോൾ 2 പേന എടുത്തു വെക്കും. ഇരുന്നാ പിന്നെ എഴുതാക്കാൻ ഒരു മടിയാണ്. അപ്പൊ ദൈവത്തിന് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇന്നാളൊരു എനിക്ക് ഒരു അബദ്ധം പറ്റി, ഒരു പേന തെളിയുന്നില്ല, നേരെ വരച്ചിട്ട് തെളിയുന്നില്ല. ആ പേനയും കളഞ്ഞ് അവിടെ ഇരുന്ന് കുറച്ചു നേരം വായിച്ചു. ഞാനൊരു വചനം ഇഷ്ടപ്പെട്ടു, പക്ഷെ വരയ്ക്കാൻ മറന്നുപോയി. പിന്നീട് ഒരു പ്രാവശ്യം ഇതുപോലെ ക്ലാസ്സിന് വന്നപ്പോൾ ഞാൻ ഓർത്തു, ഈ ക്ലാസ് എടുക്കാൻ ഈ വചനം പറ്റിയതാണല്ലോ. ഈ വചനം മുഴുവൻ അരച്ച് കലക്കി തിരിച്ചും മറിച്ച് നോക്കിയിട്ട് ആ സമയത്ത് ആ വചനം കിട്ടിയില്ല. അന്ന് എനിക്കന്ന് വരയിടാൻ തോന്നുമായിരുന്നു. അന്ന് തൊട്ട് ഞാനൊരു കാര്യം ചെയ്തു, വചനം വായിക്കാൻ ഇരിക്കുമ്പോൾ 2 പേനയായിട്ടേ ഇരിക്കുള്ളൂ. ഒന്ന് തെളിയാതെ വന്നാൽ ഒരെണ്ണം കൂടെ വായിക്കാം. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ നിങ്ങളും ദൈവവചനം വായിക്കുമ്പോൾ 2 പേന, വായിക്കാൻ കണ്ണുപിടിക്കുന്നില്ലെങ്കിൽ നല്ലൊരു കണ്ണാടി, എല്ലാം വായിച്ച് എപ്പം പ്രാർത്ഥിക്കാനിരിക്കണം? കിടക്കുന്നത് 11 മണിക്കാണെങ്കിൽ 10:45 അങ്ങോട്ട് പ്രാർത്ഥിക്കാനിരിക്കണം. അപ്പൊ എന്ത് സംഭവിക്കും? ബൈബിൾ എടുത്ത് പിടിക്കുമ്പോഴേ ഈത്തയും മാറ്റി 10:50 ആ ബൈബിളിലേക്ക് കിടക്കും. 2 താള ആ ഈത്ത മാറ്റി ഒളിഞ്ഞ് തൊലിഞ്ഞു പോകും. ബൈബിൾ വായിക്കാനിരിക്കുന്ന സമയം 10:30, എന്നാൽ 11 മണിക്കായിരുന്നു കിടക്കുന്നത്. 10:30 സീരിയൽ കഴിഞ്ഞു, 9:30 സീരിയലും കഴിഞ്ഞു. ഇനി 10 ഒറ്റ സീരിയലും കൂടി ഉള്ളു, അത് കാണുന്നില്ലെന്ന് ഇനി പ്രാർത്ഥിച്ചേക്കാം. അങ്ങനെ ഉണങ്ങി വാടി ഒരു വായിക്കോട്ടയൊക്കെ വിട്ടിരിക്കുമ്പോ ബൈബിളൊക്കെ എടുത്തോണ്ട് വരുന്ന കണ്ടാൽ തന്നെ ദൈവം അവിടെ ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കുകയായിരിക്കും. ദൈവമേ, എന്റെ വചനം ഇതാ 10:45 ഉറങ്ങാൻ പോണ ആൾക്കാര് മുക്കിയും വേണോ, ഇന്ന് വേണോ അമ്മേ, ഇന്ന് വേണോ ബൈബിൾ, ഇന്ന് വേണോ, ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് ഓരോരുത്തർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെയല്ല, 7:30 സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നല്ല കുളിച്ച് ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള സമയത്ത് എപ്പോൾ എന്ത് ചെയ്യണം? ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള സമയത്ത് നല്ല ഉണർവോടെ ഇരിക്കും. എന്നാൽ കൊച്ചി സമയത്ത് പഠിച്ചു നമ്മൾ ഉറങ്ങാൻ പോകുമ്പോഴേ ഇന്ന് പ്രാർത്ഥിക്കുന്നത്. കൊച്ചിന് 10ാം ക്ലാസ്സിൽ പരീക്ഷയല്ലേ, അത് പ്രാർത്ഥനാ സമയമല്ല. പറഞ്ഞേ ഹല്ലേലൂയ. പലർക്കും പ്രാർത്ഥനാ സമയം ഉറങ്ങുന്നതിന് മുമ്പുള്ള സമയമാണ്. അതല്ല, ഏറ്റവും നല്ല സമയം പ്രാർത്ഥനാ സമയം, ഏറ്റവും നല്ല സമയം ബൈബിൾ വായിക്കണം. അപ്പൊ നോക്കിയോ, അതിലൂടെ പല അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ വരും. നമുക്കറിയത്തില്ല ഈ വചനത്തിലൂടെ കിട്ടുന്ന അനുഗ്രഹം എന്തൊക്കെ. അതുകൊണ്ട് നമ്മളിത് വായിക്കാൻ മടി കാണിക്കുക. അത് ഇച്ചിരി വായിച്ചു, ഇനി വീട് വെഞ്ചരിപ്പിന് വരുമ്പോൾ അവിടെ നല്ല സൂപ്പറായിട്ട് വെള്ളത്തുണിയൊക്കെ കൊടുത്തിട്ട് തിരികെ കത്തിച്ചാൽ വക്കും. ഇത്രയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, അതൊക്കെ ഓക്കെയാണ്, നല്ലതാണ്. പക്ഷെ അത് പോരാ, ഇതെന്നും വായിക്കണം. പറഞ്ഞു ഹല്ലേലൂയ. എന്നും ഭക്ഷണം കഴിക്കുന്ന പോലെ രാവിലെയും വൈകുന്നേരവും നിങ്ങൾ വായിച്ചാൽ പോരാ. നിങ്ങളുടെ മക്കൾ കാണണം, ഇതാ അമ്മ, ഇതാ പപ്പ രാവിലെ എഴുന്നേറ്റ് ബൈബിൾ വായിച്ചിട്ട് എവിടെ പോകുന്നതിന് മുമ്പ്, കച്ചവടം ചെയ്യുന്നതിന് മുമ്പ് ഇതാ ബൈബിൾ വായിക്കുന്നു. എങ്ങനെ വായിക്കുന്നു? നല്ല ഉറക്കെ ഒരു 3 സെന്റൻസ് വായിച്ചിട്ട് പോകുന്നു. ആ കൊച്ചുങ്ങളോട് പ്രത്യേകം ചെവിക്കടാ, ബൈബിൾ വായിക്കടാ, ചെവിക്ക് പിടിക്കണ്ട. അവനും കുറച്ച് കഴിയുമ്പോൾ അപ്പൻ പപ്പ ചെയ്യണ പോലെ തന്നെ ബൈബിൾ എടുത്ത് വായിക്കാൻ തുടങ്ങും. അവൻ കണ്ടു പഠിച്ചതാ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ നമ്മൾ പലരും ബൈബിൾ വായിക്കാൻ തന്നെ നമ്മുടെ വീട്ടിലുള്ള ആരും അങ്ങനെ കാണിക്കുന്നത് കണ്ടിട്ടില്ല. രാവിലെ എഴുന്നേറ്റ് കുളിച്ചു, തലമുടി ചെയ്യും, ഒരു മുണ്ടും എടുത്ത് ഒരൊറ്റ പോക്ക് പോകുന്നത് കണ്ടിട്ടുണ്ടോ? നല്ല പോലെ പ്രാർത്ഥിക്കുന്ന അപ്പച്ചനും അമ്മയും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. പറഞ്ഞേ ഹല്ലേലൂയ. ഓർക്ക പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ നമ്മളെല്ലാം നല്ല ശക്തിയോടെ ഉണർന്നെഴുന്നേൽക്കണം. ഈ ധ്യാന കേന്ദ്രത്തിന് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞത് നിങ്ങളുടെ ഓരോരുത്തരുടെയും നല്ല ഉണർവാണ്. പല അച്ഛന്മാരോട് കുർബാനയ്ക്കൊക്കെ വരുമ്പോൾ ചോദിക്കും, ഇത്രയൊന്നും ജീവനൊന്നും പെടവപ്പള്ളി പോയാൽ കാണാനില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇവിടെ നല്ല പ്രാർത്ഥിക്കാൻ അറിയാവുന്ന നല്ല അനുഗ്രഹമുള്ള അടിപൊളി ആൾക്കാരാണ് വന്നോണ്ടിരിക്കുന്നത്. ആണോ?
നിങ്ങളങ്ങനെ തെളിയിക്കണം. രാവിലെ ആൾക്കാർ വണ്ടി ഇറങ്ങി വരുമ്പോൾ തന്നെ നമ്മൾ എത്ര വിഷമിച്ചിരിക്കുകയാണെങ്കിലും നമ്മൾ സട കുടഞ്ഞെഴുന്നേക്കും. കാരണം നിങ്ങളുടെ തീക്ഷണത കാണുമ്പോൾ നമുക്കൊരു തീക്ഷണത. ഓരോ ചേട്ടന്മാർ രാവിലെ 6:30 ആയപ്പോഴും എവിടെയാ കസേരയുണ്ട്, എവിടെ എന്താണ് ചെയ്യേണ്ടത്, ഭയങ്കര നല്ല ആരോഗ്യത്തോടെ വരുമ്പോൾ നമ്മളാകെ ക്ഷീണിച്ച് രാവിലെ ഇരിക്കും. ദൈവമേ ഇന്ന് ഉച്ചവരെ പ്രാർത്ഥന നടത്തണമെന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവരുടെ മുഖം നോക്കുമ്പോൾ നമ്മൾ ചാടി എഴുന്നേക്കും. എന്നാൽ ഇന്ന് ചെയ്തേക്കും, ഇന്ന് എല്ലാ ക്ഷീണം അന്നേരം തന്നെ പോയി മരുന്ന് കഴിക്കുന്ന പോലെയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ നിങ്ങളുടെ മുഖത്ത് നോക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഒരു ആരോഗ്യം കിട്ടുന്നത്. കാരണം നിങ്ങൾ വരുന്നത് ഓരോ കൊന്തയൊക്കെ ചെല്ലി പ്രാർത്ഥിച്ച് ദൈവമേ എവിടെ കൗൺസിലിങ്ങിന് പോകണം, കുമ്പസാരിക്കണം, വചനം കേൾക്കണം, കുർബാന പോകണം, ഭയങ്കര ജീവനോടെ വരുന്നത്. അങ്ങനെ വരുമ്പോ തന്നെ ഈ സ്ഥലത്തിന് തന്നെ അഭിഷേകം കിട്ടും. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പൊ നോക്കിയാൽ നമ്മൾ താഴെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് മാറിയത്. അപ്പൊ ഇവിടെ സ്ഥലമില്ലാതായി. എന്ത് ഈ താഴെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങോട്ട് മാറിയത്. താഴെ സ്ഥലമില്ല, അവിടെ ടാർപ്പ കെട്ടി കുറെ മഴവെള്ളം വീണ് ഇവിടെ വെയിലടിച്ചു, ആകപ്പാട് ചൂട്, ടാർപ്പയുടെ ചൂട്. ചില ആൾക്കാരുടെ തലയെ കൈവെക്കുമ്പോൾ പേടിയായിരുന്നു. കാരണം ടാർപ്പയുടെ കീഴിലുണ്ട് പൊള്ളുന്ന പോലെ. എന്റെ ദൈവം ഇത്രയും ചൂടായിട്ട് ഈ ചേട്ടനും ചേച്ചി ഇവിടെ പ്രാർത്ഥിക്കും. തലയെ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ തലയുടെ ഈ ഭാഗത്തിന് പൊള്ളവോ ചൂട് പിടിച്ചിരിക്കും. ഇവിടെ എന്തായാലും അത്രയും ചൂടില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാലും ഇച്ചിരി ചൂടൊക്കെ ഉണ്ട്. ചിലരിങ്ങനെ വീശുന്നൊക്കെ ഉണ്ട്. കുഴപ്പമില്ല, മാറി വരും. നമുക്ക് നല്ല ഫാനൊക്കെ ഭാവിയിൽ ഫിറ്റ് ചെയ്യാൻ പറ്റും. പറഞ്ഞേ ഹല്ലേലൂയ. എന്റെ ഒരു ബോധ്യമാണ്, ദൈവം വേണ്ട സമയത്ത് വേണ്ടത് ചെയ്തോളും. ഒന്നിനും ബേജാറൊന്നാകണ്ട. അവിടെ ഫാൻ വേണമെങ്കിൽ അവിടെ ഫാൻ വന്നോളും. പറഞ്ഞേ ഹല്ലേലൂയ. ഇത്രയും മതി. 11:45 ഇനി പറഞ്ഞാൽ സമയം കറക്റ്റ് ആവത്തില്ല. അപ്പൊ നമുക്കൊരു നിമിഷം ഇരുന്നുകൊണ്ട് കണ്ണുകൾ അടയ്ക്കാം. ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ച് നമ്മൾ ദൈവവചനത്തിലൂടെ അതാണ് കണ്ടത്. ദൈവവചനത്തിന്റെ അത്ഭുത ശക്തി. അവൻ രക്തത്തിൽ മുക്കിയ ഒരു മേലങ്കി ധരിച്ചിരുന്നു. അവന്റെ പേര് ദൈവവചനം എന്നായിരുന്നു. ദൈവവചനം. ഇതാ സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും തിരുരക്തം കൊണ്ടും അവൻ ശത്രുവിന്റെ മേൽ വിജയം നേടി. യെശയ്യാ 55:10. ആകാശത്തു നിന്ന് പെയ്തിറങ്ങുന്ന മഴയും മഞ്ഞും പോലെയാണ് ദൈവത്തിന്റെ വചനം. അത് ഫലം തരാതെ പോകത്തില്ല. അത് മഴ പെയ്തു, മഞ്ഞ് പെയ്തു, അത് വന്നു, ഇപ്പുറത്തെ വഴിക്കൂടെ മുകളിലേക്ക് പോയി. അങ്ങനെയല്ല. ദൈവവചനം വന്ന് അത് നമ്മളിലേക്ക് ഇറങ്ങും, തലമുറകളിലേക്ക് ഇറങ്ങും, നമ്മുടെ ഭവനത്തിൽ ഇറങ്ങും. ദൈവവചനം വായിക്കുമ്പോൾ ദൈവവചനത്തിന്റെ ആത്മാവ് നമ്മളിൽ വളരും, നിറയും, ശക്തി പ്രാപിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് എഴുന്നേറ്റുന്ന വേഗത്തിൽ നമ്മൾ പാടിയ പാട്ട്, ഒരു 4 ലൈൻ നമ്മൾ ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്? പാട്ട് പാടി നിങ്ങൾക്ക് ഓർമ്മശക്തി ഉണ്ടോ നോക്കട്ടെ. ഇപ്പം +2 പരീക്ഷയ്ക്കാണ്. നല്ല ഓർമ്മശക്തി ഉണ്ടോ നോക്കട്ടെ. ഏത് പാട്ടാണ് പാടിയത്? ഞാൻ മറന്നുപോയി. പാടി ബത്തേരിക്കപ്പുറം. 6 മാസക്കാലമായി എന്റെ കാലിൽ ഉണങ്ങാത്തൊരു മുറിവ്. എത്ര മരുന്ന് കഴിച്ചിട്ടും സുഖപ്പെടാത്ത ഒരു മുറിവായി. അത് പൊട്ടി ഒഴുകിക്കൊണ്ടേയിരുന്നു ഒരു മുറിവ്. അങ്ങനെയുള്ള സമയത്ത് ഈ മേരി എന്ന ചേച്ചി ഇവിടെ വന്ന് 7 വെള്ളിയാഴ്ച പ്രാർത്ഥിക്കാമെന്നൊരു നിയോഗം വെച്ചു. എന്റെ കാലിലെ മുറിവ് ഉണങ്ങി കിട്ടാൻ വേണ്ടി നിയോഗം വെച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചതിന്റെ ഫലമായി കാലിന്റെ മുറിവ് പൂർണ്ണമായും ഉണങ്ങി സുഖമാവുകയും ചെയ്തു. സൗഖ്യം നൽകിയ ഈശോയ്ക്ക് 1000 നന്ദി. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. രണ്ടാമത്തെ സാക്ഷ്യം. എന്റെ പേര് വിനോദ്. അമ്മായി കുന്നേൽ ഹൗസ്, ബത്തേരി അസംഷൻ ഇടവക. ഞങ്ങളൊരു വീട് വെക്കാൻ ലോണിന് അപേക്ഷിച്ചിട്ട് ബാങ്ക് അധികാരികൾ ആ ലോൺ തരില്ല എന്ന് തീർത്തു പറഞ്ഞു. അങ്ങനെ വിഷമമായി. ഇവിടെ വന്ന് കൗൺസിലിംഗ് കൂടിയപ്പോൾ വെള്ളിയാഴ്ച നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ കൗൺസിലർ പറഞ്ഞു. അതനുസരിച്ച് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥനയിൽ പങ്കെടുത്തു. 5 ആഴ്ച കഴിയുമ്പോൾ ഒരു അത്ഭുതം നടക്കുമെന്ന് കൗൺസിലർ പ്രാർത്ഥിച്ചിട്ട് ദൈവനാമത്തിൽ പറഞ്ഞിരുന്നു. 5 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു സുഹൃത്തു വഴി മറ്റൊരു ബാങ്ക് ലോൺ ശരിയാക്കി തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഒരിക്കലും ബാങ്കിന് ലോൺ കിട്ടിയാലെന്നൊക്കെ പറഞ്ഞാണ് അസാധ്യ കാര്യങ്ങളെ ഞങ്ങൾക്ക് സാധ്യമാക്കി തന്ന നല്ല ദൈവത്തിന് 1000 നന്ദി. പറഞ്ഞു ഹല്ലേലൂയ. മൂന്നാമത്തെ സാക്ഷ്യം. എന്റെ പേര് സോനോ മേപ്പാടി. എനിക്ക് IELTS പരീക്ഷയ്ക്ക് ഉന്നത വിജയം നേടിത്തരണമേ എന്നൊരു പ്രാർത്ഥനയോടെയാണ് ഞാൻ ഇവിടെ വന്ന് കുമ്പസാരിച്ച് ഭക്തിയോടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചത്. ഒറ്റ നിയോഗം, എനിക്ക് IELTS പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടണം. അങ്ങനെ പ്രാർത്ഥിച്ചു. ഞാൻ വിചാരിച്ചതിലും അധികമായി ഉന്നതമായൊരു വിജയം നൽകി എന്ന് പറഞ്ഞാൽ നല്ലൊരു മാർക്ക് തന്ന് പാസ്സാകാൻ ദൈവം അനുഗ്രഹിച്ചു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. വിജയം നൽകിയ ദൈവത്തിന് 1000 നന്ദി. എന്റെ പേര് സൂര്യ സുരേന്ദ്രൻ, മണൽ വയൽ. കുഞ്ഞിന് TB രോഗം പിടിപെട്ട് 2 മാസത്തോളം കിടപ്പിൽ. രോഗത്തിന്റെ തുടക്കം ഛർദിയും പനിയും. എഴുന്നേൽക്കാനാവാത്ത വിധം കുഞ്ഞ് തളർന്നുപോയി.
ബത്തേരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഉടനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ഇവിടെ നിന്നും ആംബുലൻസിൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുചെന്ന് അഡ്മിറ്റ് ചെയ്തു. ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു ചേച്ചി ഈ അനുഗ്രഹ ധ്യാന കേന്ദ്രത്തിൽ വന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അച്ഛനോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിരുന്നു. അച്ഛൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അതിന്റെ ഫലമായി ഇപ്പോൾ കുഞ്ഞിന്റെ രോഗം പരിപൂർണമായും മാറി എഴുന്നേറ്റ് നടക്കുവാൻ തുടങ്ങി. എന്റെ കുഞ്ഞിന്, അത് ഒരു അക്രൈസ്തവ, സൂര്യ സുരേന്ദ്രൻ അക്രൈസ്തവനാണ്, അദ്ദേഹത്തിന്റെ കുഞ്ഞിന് രോഗം സുഖപ്പെടുത്തി ദൈവം അനുഗ്രഹിച്ചു. 1000 നന്ദി അർപ്പിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. അഞ്ചാമത്തെ സാക്ഷ്യം, എന്റെ പേര് അന്നക്കുട്ടി, അമ്പലവയൽ താമസിക്കുന്നു. 2 വെള്ളിയാഴ്ച ഇവിടെ വന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിന്റെ ഫലമായി നടക്കാൻ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന എന്റെ ശരീരത്തിന്റെ വലതുഭാഗത്തൊരു വേദന, അതായത് നടക്കാൻ പറ്റാത്ത രീതി വലതുഭാഗത്ത് വേദനയായിരുന്നു. പക്ഷെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ആ രോഗം പരിപൂർണമായും ഇവിടെ വെച്ച് ഈശോ മാറ്റി തന്ന് അനുഗ്രഹിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പേര് മേരി, ഞാൻ ബത്തേരി താമസിക്കുന്നു. അനുഗ്രഹ ധ്യാന കേന്ദ്രത്തിൽ വന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഞങ്ങൾക്ക് നല്ലൊരു വീട് വെക്കാൻ, അതായത് അവർ പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു വീട്, ഇവിടെ എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട് നല്ലൊരു വീടിന് വേണ്ടി? വീടിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ ഒരു കാര്യം ദൈവം നടത്തിക്കൊടുത്തു. രണ്ടാമത്തെ നിയോഗം, എന്റെ മകന്റെ വിവാഹം തടസ്സപ്പെട്ട് കിടന്നിരുന്നു. ഭംഗിയായി നടന്നു കിട്ടാൻ വേണ്ടി ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ കർത്താവിന്റെ കുരിശിനോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം നന്ന് അനുഗ്രഹിക്കും എന്ന് വിശ്വാസം ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ദൈവം അനങ്ങി. 2 കാര്യത്തിലും ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടൽ ഉണ്ടായി. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. ഇതുപോലൊരു അത്ഭുതം അടുത്ത വെള്ളിയാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വിശ്വാസമുള്ളവർ പറഞ്ഞു ഹല്ലേലൂയ. വിശ്വാസം ഇല്ലാത്തവർ പറഞ്ഞു ഹല്ലേലൂയ. എന്റെ ഈശോ അതാണ് പലർക്കും അനുഗ്രഹം കിട്ടാത്തത്. എന്തായാലും വേണ്ടില്ല, നമുക്ക് കരങ്ങളടിച്ച് നന്നായിട്ട് ഈ പാട്ട് ഒന്നും കൂടെ പാടാം. വിശ്വാസം ഉള്ളവരും 50%, വിശ്വാസം ഇല്ലാത്തവരും എത്ര ശതമാനമാണ്? അത് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞതല്ല, നിങ്ങളുടെ നല്ല ശുദ്ധമായ ഒരു നല്ല തെളിഞ്ഞ വെളിച്ചെണ്ണ പോലത്തെ ഒരു മനസ്സുള്ളത് കൊണ്ടാണ്. പറഞ്ഞു ഹല്ലേലൂയ. അപ്പൊ മുമ്പേ നിങ്ങൾ കരങ്ങളടിച്ചപ്പോൾ ബ്രെഡ് ജാം തേക്കുന്ന പോലെ കൈയടിച്ച് ഞാൻ ഒന്നും പറഞ്ഞില്ല. ഈ പ്രാവശ്യം കൈയടിക്കുന്നത് ഒച്ചത്തിൽ കൈയടിക്കണം. ബ്രെഡിന് എങ്ങനെയാണ് ജാം തേക്കുന്നത്? ബ്രെഡ് ഇങ്ങനെ എടുത്തു, ജാം ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കും. കാരണം ഒരു ജീവനില്ല. അതിങ്ങനെ അധികം തേച്ചാൽ ബ്രെഡ് പൊട്ടിപ്പോകും. അങ്ങനെയല്ല, നമ്മൾ നല്ല ശക്തിയോടെ കൈയടിക്കണം. കോട്ടയംകാരുണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ പേരെന്താണ്? പിടി. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതെങ്ങനെ ഉണ്ടാക്കുന്നത്? ഇങ്ങനെയാണ്. അങ്ങനെയും കൈയടിക്കരുത്. ദാപ്പുട്ടി ചേട്ടൻ പരിപ്പോടെ ഉണ്ടാക്കുന്നത് പോലെയും കൈയടിക്കരുത്. ദാപ്പുട്ടി ചേട്ടൻ വൈകുന്നേരം ആകുമ്പോൾ ഒരു തട്ടുകടക്കാരനാണ് ദാപ്പുണ്ണി. ആ ചേട്ടൻ എണ്ണ ഇങ്ങനെ ചൂടാക്കി കഴിയുമ്പോൾ പരിപ്പ് ഇങ്ങനെ ഓരോട്ട് ഇങ്ങനെ പരിപ്പോടെ പൊട്ടിപ്പോകാതിരിക്കും. ഇങ്ങനെ വളരെ സ്മൂത്തായിട്ട്, അങ്ങനെ സ്മൂത്തായിട്ട് നമ്മൾ കൈയടിക്കരുത്. പറഞ്ഞു ഹല്ലേലൂയ. കരങ്ങളടിക്കുമ്പോൾ ജീവൻ വേണം, ഉണർവ് വേണം, സ്ഫുടത വേണം. സ്ഫുടത എവിടെ വേണം? വാക്കി മാത്രമല്ല, കൈയടിയിലും വേണം. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. അപ്പൊ നന്നായിട്ട് കരങ്ങളടിച്ച് മുഴുവൻ പാടേണ്ട ഒരു 4-8 ലൈനും കൂടെ പാടിയാൽ മതി. അന്നേരം സമയമുള്ളൂ. നമുക്ക് കൈയടിച്ച് നല്ലൊരു പാട്ടുകാരെ